പ്രിയമുള്ളവരെ, ഇപ്പോ നമ്മൾ ഈ കാണുന്ന ഇത് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിലെ മുട്ടാറ് മറ്റേ ഈ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ അടുത്താണ്. ഇവിടെ പുഴ മലിനമായി ഒഴുകി ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്ന പോലെ മീനുകളെല്ലാം ശ്വാസം കിട്ടാതെ മുകളിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണുള്ളത്. ആളുകൾ, ഞങ്ങളിപ്പോ വഞ്ചിയിൽ കൈക്ക് പിടിച്ച ഒരു കരിമീനാണ് കാണിക്കുന്നത്. ഞങ്ങൾ കൈക്ക് പിടിച്ചാണ് ഇത്. ഈ പുഴയുടെ മുകളിൽ വന്ന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ ഇവിടെ മൊത്തത്തിൽ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാനും ഇവിടെ ശ്വാസം കിട്ടാത്ത ദയനീയമായ ഒരു അവസ്ഥയാണുള്ളത്. ഈ കമ്പനികളിൽ നിന്ന് രാസമാലിന്യം പുറത്തേക്ക് വിടുന്നില്ല എന്ന് അധികാരികൾ പറയുമ്പോഴും ഈ കാണുന്ന ദുരവസ്ഥ നിങ്ങളിത് കാണണം. ഇവിടെയൊക്കെ മീനുകളാണ് ഇവിടെ ഒക്കെ കുമള പോലെ ശ്വാസം കിട്ടാതെ അങ്ങോട്ട് വിട്ടേ, അത് അങ്ങോട്ട് പോയേ. കണ്ട, വലിയ വലിയ കരിമീനുകളും മറ്റുള്ള മീനുകളും നമുക്ക് കാണാതെ കണ്ട, കരിമീനൊക്കെ മുകളിൽ വന്ന് ശ്വാസം കിട്ടാത്ത ദയനീയമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഇത് ഒരു മാസം മുമ്പ് മുകളിൽ വന്നാണ് മത്സ്യങ്ങള് ഇതാവുന്നത്. ഈ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം ശ്വാസം കിട്ടാത്ത ദയനീയമായ അവസ്ഥയിൽ മുകളിൽ വരുന്നു. ചുറ്റും നിന്ന് ജനങ്ങൾ ഇത് മീനുകളെ പിടിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാം. വലിയ വലിയ കരിമീനുകൾ. അതെ, നിങ്ങൾക്ക് മീനിന്റെ അടുത്തേക്ക് ഒന്ന് അടുപ്പിച്ചേ. ആ മീനിന്റെ അടുത്തേക്ക് ഒന്ന് പോയേ. വലിയ മീൻ ഇവിടെ വാ. താജു ഇവിടെ വന്ന് ഇവിടെ വാ. എന്തൊരു ദുരവസ്ഥയാണ്. മത്സ്യസമ്പത്തിനെ ഇതുപോലെ നശിപ്പിച്ചു കളയുന്ന ഒരു ദയനീയമായ അവസ്ഥ. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതിവിടെ എല്ലാം പരിസരങ്ങളിലും മീനുകൾ ശ്വാസം കിട്ടാതെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു നടപടി ഉണ്ടാവണം. എടാ പാലോടത്തെ ഇതേണ്ട, ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതൊക്കെ കൈ കൊണ്ട് നമുക്ക് പിടിച്ച് കോരിയെടുക്കാം. സൈഡുകളിലേക്ക് നോക്കിയേ, ഇഷ്ടം പോലെ മീനുകളാണ് ശ്വാസം കിട്ടാതെ ദയനീയമായി പിടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ കാണുന്നത്. പെരിയാറിലേക്ക് രാസമാലിന്യങ്ങൾ, കുഞ്ഞു മീനുകളടക്കം നമുക്ക് ഇത് കാണാം. എന്റെ ഫോണിൽ ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചെറിയ ചെറിയ പൊടിമീനുകൾ വരെ ശ്വാസം കിട്ടാത്ത ദയനീയമായ അവസ്ഥ. ഈ ഷട്ടർ തുറന്നിട്ടിട്ടില്ല. ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിട്ടത്. ഒരു ഷട്ടറുകൾ തുറന്നിടണമെങ്കിൽ കുറെയെങ്കിലും ഒഴുകി പോയേനെ. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കമ്പനികൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, ദുരവസ്ഥയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. വേണ്ട, മീനുകളാണ് ഈ ശ്വാസം കിട്ടാതെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് ഈ മുകളിൽ നിന്ന് ഓക്സിജൻ കിട്ടുമോ എന്നുള്ള ഒരു ഇതാണ് നോക്കുന്നത്. ഈ അവസ്ഥ ദയനീയമാണ്, ദയനീയമായ അവസ്ഥയാണ്. ഈ വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടോ, ഇതണ്ട. ഈ നമ്മുടെ ആലുവ ഭാഗത്തൊക്കെ പെരിയാറ് നല്ല രീതിയിൽ നല്ല തെളിഞ്ഞൊഴുകുമ്പോൾ പരൽ മീനുകളൊക്കെ ഇതിന്റെ മുകളിൽ ഇതാക്കുന്ന ദയനീയമായ അവസ്ഥ. വെറുതെ നമുക്ക് കൈക്ക് കോരിയെടുക്കാൻ പറ്റാവുന്ന ഇതിലാണ് മീനുകൾ ഇവിടെ ഉള്ളത്. അപ്പോ കമ്പനികളുടെ ഈ നോക്കിയോ, ഒരു കരിമീനാണ് ഇത് വരുന്നത്. അതൊന്ന് കയ്യിലെടുക്കല്ലേ, കൈയൊക്കെ വിഷമാണ്. ഈ സൈഡ് ശ്വാസം കിട്ടാതെ പിടയുന്ന ദയനീയമായ അവസ്ഥ. ഇതിനൊക്കെതിരെ ഒരു ശക്തമായ നടപടി
അധികാരിയുടെ ഭാഗത്തുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലില്ല ജീവനായിട്ട് നല്ല